ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ബരാഖ ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി ഒരുക്കുന്ന ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഈ ബൈബിൾ പഠന പരമ്പരയിലേക്ക് സന്തോഷപൂർവ്വം ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ പഠന പരമ്പരയിലൂടെ വിശുദ്ധ തിരുവെഴുത്തിലെ അടിസ്ഥാന ഉപദേശങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വ്യക്തമാക്കി തരിക എന്ന ഉദ്ദേശ്യമാണ് ഞങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ആത്മീയ വർധനവിനും നിത്യജീവനു വേണ്ടിയുള്ള ഒരുക്കത്തിലും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനും ഈ പഠന പരമ്പര ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാപൂർവം ശ്രദ്ധാപൂർവം ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും അടിസ്ഥാനപരമായി നാം ഗ്രഹിച്ചിരിക്കേണ്ടത് വിശുദ്ധ തിരുവെഴുത്തിനെ സംബന്ധിച്ചുള്ള ചില വസ്തുതകളാണ്, യാഥാർത്ഥ്യങ്ങളാണ്. വിശുദ്ധ തിരുവെഴുത്ത് ദൈവം തന്നെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും നമുക്ക് നൽകിയിരിക്കുന്ന വ്യക്തമായ വെളിപ്പാടുകളുടെ രേഖയാണ്. ദൈവം തന്നെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു, നമ്മെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അതുപോലെ ദൈവവും മനുഷ്യനും പരസ്പരമുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ള ദൈവ തിരുഹിതത്തിൻ്റെയും പൂർണ്ണമായ വെളിപ്പാട് വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനാപൂർവം ശ്രദ്ധാപൂർവം ഈ വസ്തുതകൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. വിശുദ്ധ ബൈബിൾ ദൈവം മനുഷ്യനെക്കുറിച്ച് തന്നെക്കുറിച്ച് തന്നെയും നമുക്ക് നൽകിയിരിക്കുന്ന വെളിപ്പാടിൻ്റെ രേഖയാണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഈ വിശുദ്ധ തിരുവെഴുത്ത് ദൈവത്തിൻ്റെ വെളിപ്പാട് എന്ന നിലയിൽ പൂർണ്ണമാണ്. ഈ തിരുവെഴുത്തുകൾക്ക് പുറത്ത് യാതൊരു ദൈവ വെളിപ്പാടും ദൈവം നൽകുന്നില്ല. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പൂർണ്ണമാകയാൽ നമുക്ക് ഇന്ന് പുതിയ കാഴ്ചപ്പാടോ വെളിപ്പാടോ ദൈവത്തിന് അരുളപ്പാടുകളോ ഉണ്ടായി എന്ന് പറയുന്നത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നമുക്ക് സ്വീകാര്യമാണെങ്കിൽ മാത്രമേ അംഗീകരിക്കുവാൻ നമുക്ക് അനുവാദമുള്ളൂ. വിശുദ്ധ തിരുവെഴുത്ത് പൂർണ്ണമാണ്. തിരുവെഴുത്ത് പൂർണ്ണമാണ് എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള എല്ലാ വിവരങ്ങളും ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു എന്നല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിൽ ഏതൊരു വിഷയം പരാമർശിക്കപ്പെട്ടിരിക്കുന്നുവോ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വെളിപ്പാട് ഈ തിരുവെഴുത്തിൽ നമുക്ക് ലഭിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു വേള ചില ചോദിച്ചേക്കും, ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ എത്ര ഗാലക്സികളുണ്ടെന്ന് നിങ്ങളുടെ ബൈബിളിലുണ്ടോ, അത് പൂർണ്ണമാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചെന്ന് വരാം. ആ കാര്യങ്ങൾ ഇതിനകത്ത് പരാമർശിക്കപ്പെട്ടിട്ടില്ല. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പൂർണ്ണമാണ്. മനുഷ്യനെക്കുറിച്ചുള്ള വെളിപ്പാട് പൂർണ്ണമാണ്. മനുഷ്യനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആ ബന്ധത്തെ സംബന്ധിച്ചുള്ള തിരുഹിതത്തിൻ്റെ വെളിപ്പാടും പൂർണ്ണമാണ്. മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് തികവുള്ള വെളിപ്പാടാണ്. അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ ദൈവം തന്നെക്കുറിച്ച് മനുഷ്യരോട് മനുഷ്യരിലൂടെ മനുഷ്യൻ്റെ ഭാഷയിൽ മനുഷ്യൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന വെളിപ്പാടുകളാണ് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ഉള്ളടക്കം. ഇത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന തിരുവെഴുത്തെന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യരാണ് ഇതിൻ്റെ എഴുത്തുകാരെങ്കിലും യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഗ്രന്ഥകാരൻ പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതാണ് തിരുവെഴുത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നല്ലോ, പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, മനുഷ്യൻ ദൈവാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതാണ്. അതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷം ദൈവത്തിൻ്റെ വചനമാകുന്നത്. ചിലർ ചോദിച്ചേക്കും, മത്തായി എഴുതിയ സുവിശേഷം എങ്ങനെയാ ദൈവത്തിൻ്റെ വചനമാകുന്നത്? ലൂക്കോസ് പറയുന്നു റിസർച്ച് ചെയ്ത് എഴുതിയാണെന്ന്. ലൂക്കോസ് റിസർച്ച് ചെയ്ത് എഴുതിയിരിക്കുന്നത് ദൈവത്തിന് വചനമാകുന്നത് എങ്ങനെ എന്ന് ചിലർ ചോദിച്ചേക്കാം. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ ഭക്തന്മാരെ അഭിഷേകം ചെയ്ത് നിയോഗിച്ച് പ്രചോദിപ്പിച്ച് നിയന്ത്രിച്ച് ഈ വിശുദ്ധ തിരുവെഴുത്ത് രേഖപ്പെടുത്തുകയായിരുന്നു. അഭിഷിക്തൻ
സുബോധമുള്ളവനാണ്. ഇവിടെ അഭിഷേകവും ബാധിക്കലും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഗ്രഹിക്കണം. ബാധിക്കുന്നത് ദുരാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒരുവനെ ബാധിക്കുകയില്ല. ബാധിതന് സുബോധം നഷ്ടപ്പെടും. പിന്നെ ബാധിക്കപ്പെട്ടവൻ അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം ഉള്ളവനായിരിക്കയില്ല. ഏതൊരാത്മാവാണോ അവനെ ബാധിച്ചിരിക്കുന്നത്, ആ ആത്മാവ് ഇവനെ ഒരു ഉപകരണമായി, ഒരു വെറും സ്വയമായ യാതൊരു അസ്തിത്വവും വെളിപ്പെടുത്തുവാൻ കഴിവില്ലാത്ത ഒരവസ്ഥയിലാക്കി അവനെ അങ്ങ് ഉപയോഗിക്കുകയാണ്. അതാണ് ബാധിക്കലിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ബാധിക്കപ്പെട്ട ആളിനോട് ചിലപ്പോൾ പേര് ചോദിക്കുമ്പോൾ ആ വ്യക്തിയുടെ സ്വന്തം പേരായിരിക്കില്ല പറയുന്നത്. നമുക്കറിയാമല്ലോ, ഗദരദേശത്തെ ഭൂതഗ്രസ്തനോട് യേശുക്രിസ്തു നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ സ്വന്തം പേരല്ല പറഞ്ഞത്, ലെഗ്യോൻ എന്നാണ് പറഞ്ഞത്. അതായത് ലെഗ്യോൻ എന്ന വാക്കിൻ്റെ അർത്ഥം റോമൻ പട്ടാളത്തിലെ ഒരു വ്യൂഹമെന്നാണ്. 6000 പട്ടാളക്കാരുൾപ്പെട്ട ഒരു പ്ലെറ്റോൺ എന്നോ ഒരു കമ്പനി എന്നോ ഒക്കെ ഇന്ന് നമ്മൾ പറയുന്ന പോലെയുള്ള 6000 പട്ടാളക്കാരടങ്ങിയ ഒരു വ്യൂഹമാണ് ലെഗ്യോൻ. 6000 ദുരാത്മാക്കൾ അവൻ്റെ മേൽ ബാധിക്കപ്പെട്ടിരുന്നു എന്നത് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ പലരാകുന്നു എന്ന് പറഞ്ഞ് ആ പേര് പറഞ്ഞത്. അവൻ്റെ സ്വന്തം പേര് പോലും പറയുവാൻ അവന് സ്വാതന്ത്ര്യമില്ല. എന്നാൽ അഭിഷിക്തൻ അങ്ങനെയല്ല. അഭിഷിക്തന് സുബോധം നഷ്ടപ്പെടുകയില്ല. അഭിഷിക്തൻ താൻ ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നവനാണ്. അതുകൊണ്ട് ഒരഭിഷിക്തനോട് നിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ അവൻ്റെ സ്വന്തം പേരായിരിക്കും അവൻ പറയുന്നത്. വിശുദ്ധ തിരുവെഴുത്ത് എഴുതിയ എഴുത്തുകാരായ ഭക്തന്മാർ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തരായിരുന്നു. അവരുടെ ആളത്വത്തെ പരിശുദ്ധാത്മാവ് അമർച്ച ചെയ്തില്ല. അവരുടെ ആളത്വത്തെ ഉദ്ദീപിപ്പിച്ച് വിശുദ്ധീകരിച്ച് ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്ക് അവരെ ഉപയോഗിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് മത്തായി എഴുതിയത് എന്നവർ പറഞ്ഞിരിക്കുന്നു, ലൂക്കോസ് എഴുതിയത് എന്നവർ പറഞ്ഞിരിക്കുന്നു. അഭിഷിക്തൻ്റെ ആളത്വം അമർച്ച ചെയ്യപ്പെടുന്നില്ല എന്നതുകൊണ്ടാണ് അവർ തങ്ങളുടെ പേരുകൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദൈവാത്മ നിയോഗിതരായി ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ദൈവാത്മാവ് കൊടുത്ത ശുശ്രൂഷ അവർ വിശ്വസ്തയോടെ നിവർത്തിക്കുകയായിരുന്നു. ഇതാണ് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നമുക്ക് ഈ വിശുദ്ധ തിരുവെഴുത്തിൽ ഒരു ചെറിയ മാനുഷിക ഘടകം നമുക്ക് കാണാൻ കഴിയുന്നത്. മാനുഷിക ഘടകമെന്ന് പറയുമ്പോൾ ഒരു പാത്രച്ചുവ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മൺപാത്രത്തിൽ പിടിച്ചു വച്ചിരിക്കുന്ന വെള്ളം, അതുപോലെ തന്നെ ചെമ്പുപാത്രത്തിൽ പിടിച്ചു വച്ചിരിക്കുന്ന വെള്ളം, ഈ 2 പാത്രത്തിലും ഒരേ ഉറവയിൽ നിന്നുള്ള വെള്ളം പിടിച്ച് ഒരു കൃത്യസമയത്തേക്ക് 2 പാത്രത്തിലും അവ സൂക്ഷിച്ച ശേഷം അല്പാൽപ്പം എടുത്ത് രുചിക്കുമ്പോൾ രുചിയിൽ അല്പം വ്യത്യാസം കാണും. ആ വെള്ളത്തിൻ്റെ ഗുണത്തിലാകട്ടെ, ആ വെള്ളത്തിൻ്റെ രാസഘടനയിലാകട്ടെ യാതൊരു വ്യത്യാസവും സംഭവിക്കുന്നില്ലെങ്കിലും അതിൻ്റെ രുചിയിൽ അല്പം വ്യത്യാസം കാണുന്നത് പോലെയാണ് ഈ പാത്രച്ചുവ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വ്യത്യാസമാണ് പൗലോസ് എഴുതിയ ലേഖനങ്ങളിലും പത്രോസ് എഴുതിയ ലേഖനങ്ങളിലും നമുക്ക് സ്ഫുടമായി ദർശിക്കാൻ കഴിയുന്നത്. വ്യക്തിത്വത്തെ പരിശുദ്ധാത്മാവ് അമർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ വ്യത്യാസം നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ ഭക്തന്മാരെ അഭിഷേകം ചെയ്ത് നിയോഗിച്ച് പ്രചോദിപ്പിച്ച് നിയന്ത്രിച്ച് തൻ്റെ വെളിപ്പാടുകൾ കൃത്യമായി എഴുതിയിരിക്കുന്ന രേഖയാണ് വിശുദ്ധ തിരുവെഴുത്ത്. ഇത് മനുഷ്യ ജീവിത പശ്ചാത്തലത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ പശ്ചാത്തലം അതിൻ്റെ പിന്നിലുള്ളത് കൊണ്ടാണ് ദൈവം തന്നെക്കുറിച്ച് തന്നെ പിതാവ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലും ആ മനുഷ്യ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിനാലാണ്. മനുഷ്യരോട്
മനുഷ്യരുടെ ഭാഷയിൽ മനുഷ്യരിലൂടെ മനുഷ്യരെക്കുറിച്ച് ദൈവം നൽകുന്ന വെളിപ്പാടാണ് ഈ വിശുദ്ധ തിരുവെഴുത്ത്. അതുകൊണ്ട് ഇത് പരിശുദ്ധാത്മാവ് തന്നെ നൽകിയിരിക്കുന്ന വെളിപ്പാടാണ്. നമുക്കിങ്ങനെ പറയാം, ഇതിൻ്റെ മൂല ഭാഷയിലെ ഓരോ വാക്കും പരിശുദ്ധാത്മ നിവേശിതമാണ്. അക്ഷരപ്രകാരം ഇത് പരിശുദ്ധാത്മ നിവേശിതമാണ്. അക്ഷരപ്രകാരമുള്ള ദൈവ നിശ്വാസ്യത എന്നതാണ് ശരിയായ ബൈബിളിനെ കുറിച്ചുള്ള ഉപദേശം. മൂലകൃതിയിലെ ഓരോ വാക്കും ദൈവ നിശ്വാസ്യം തന്നെയാണ്. ഇവിടെ ദൈവം തൻ്റെ വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ആശയകൃത്യത നിലനിർത്തുവാൻ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക കാര്യം വളരെ അത്ഭുതകരമാണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ തിരുവെഴുത്തിൻ്റെ മൂലകൃതി എഴുതിയത് പ്രധാനമായും 3 പ്രാചീന ഭാഷകളിലാണെന്ന് നമുക്കറിയാമായിരിക്കുമല്ലോ. ഒന്ന് അരമായിക് എന്ന ഭാഷ, എബ്രായ ഭാഷയുടെ ഒരു വക പിരിവാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചെറിയ ഭാഗം അരാമ്യ ഭാഷയിലാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സംസാരിച്ച ഭാഷ അരാമ്യ ഭാഷയായിരുന്നു. ഒരു ചെറിയ പഴയ നിയമത്തിൻ്റെ ഒരു ചെറിയ ഭാഗം അരാമ്യ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. പഴയ നിയമത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ ക്ലാസിക്കൽ ഹീബ്രു, പ്രാചീന എബ്രായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. പുതിയ നിയമം എഴുതിയിരിക്കുന്നത് കൊയിനെ ഗ്രീക്ക് എന്ന ക്ലാസിക്കൽ ലാംഗ്വേജിൽ, പുരാതന ഭാഷയിലാണ് അത് എഴുതിയിരിക്കുന്നത്. കൊയിനെ എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം സാധാരണമെന്ന, സാധാരണക്കാരൻ്റെ സംസാര ഭാഷയിലാണ് പുതിയ നിയമം രേഖപ്പെടുത്തപ്പെട്ടത്. ഈ ഭാഷകളെക്കുറിച്ച് നമുക്കൊരു പ്രത്യേകത മനസ്സിലാക്കാൻ കഴിയും. അതായത് ഈ ഭാഷകളെ ഇന്ന് തരംതിരിക്കുമ്പോൾ പ്രധാനമായും 2ആയി തരംതിരിക്കാം. ഒന്ന് ജീവിക്കുന്ന ഭാഷകൾ, 2 മൃതഭാഷകൾ, ലിവിങ് ലാംഗ്വേജസ്, ഡെഡ് ലാംഗ്വേജസ്. എന്താണ് ഈ വ്യത്യാസം? ഡെഡ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ അവയുടെ വളർച്ചയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ ഭാഷയുടെ വളർച്ച നിലച്ചുപോയ ഭാഷകളാണ് മൃതഭാഷകൾ. നമ്മുടെ സംസ്കൃതം ഇതിനൊരു ഉദാഹരണമാണ്. സജീവമായ ഉപയോഗത്തിൽ നിന്ന് ഉൾവലിഞ്ഞുപോയ ഒരു ഭാഷയാണത്. അതുകൊണ്ടാണ് ഇന്ന് ആ ഭാഷയുണ്ടെങ്കിലും അതിന്ന് സജീവമായ ഉപയോഗത്തിലില്ല. ഇവയാണ് മൃതഭാഷകൾ. എന്നാൽ ജീവിക്കുന്ന ഭാഷകൾ, അല്ലെങ്കിൽ ലിവിങ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ ഈ ഭാഷകൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു. പുതിയ വാക്കുകൾ ആ ഭാഷകളിൽ രൂപപ്പെടുന്നു. ആ ഭാഷകളുടെ ഘടനയിൽ വ്യത്യാസം വരുന്നു, വ്യാകരണത്തിൽ വ്യത്യാസം വരുന്നു. മാത്രമല്ല വാക്കുകളുടെ അർത്ഥത്തിൽ തന്നെ വ്യത്യാസങ്ങൾ വരുന്നു. ഇങ്ങനെ ജീവിക്കുന്ന ഭാഷകൾ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നവയാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ വിശുദ്ധ തിരുവെഴുത്തിലെ ആദ്യത്തെ പുസ്തകം BC 1600 എഴുതിയത്. BC 1600 എഴുതിയ പുസ്തകം ഇന്നും ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ സീനായി ഇടിമുഴക്കത്തോട് കൂടെ മോശയാൽ എഴുതപ്പെട്ടു തുടങ്ങിയ ഈ വിശുദ്ധ തിരുവെഴുത്ത് പുതിയ നിയമത്തിൽ വരുമ്പോൾ നമുക്കവിടെ ഇപ്പോൾ AD 2000 ഏതാണ്ട് 3600 പരം വർഷമായി ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പുസ്തകം എഴുതി തുടങ്ങിയിട്ട്. ഈ 36ലധികം നൂറ്റാണ്ടുകളിലൂടെ ഈ പുസ്തകം, ഈ വിശുദ്ധ തിരുവെഴുത്ത് അതിൻ്റെ കൃത്യതയിൽ അല്പം പോലും കോട്ടം സംഭവിക്കാതെ ഇന്നും നിലനിൽക്കുകയാണ്. കാരണം ഈ മൂലകൃതികൾ എഴുതപ്പെട്ട ഭാഷകൾ ഏവയോ ആ ഭാഷകൾ വിശുദ്ധ തിരുവെഴുത്ത് അവയിൽ രേഖപ്പെടുത്തപ്പെട്ട ശേഷം വളരുവാൻ ഇടയായിട്ടില്ല. ആ പോയിന്റിൽ ദൈവം അവയുടെ വളർച്ച നിലപ്പിച്ച് അവയെ മൃതഭാഷകളാക്കിയതിനാൽ ഈ വിശുദ്ധ തിരുവെഴുത്ത് രേഖപ്പെടുത്തിയപ്പോൾ അവയിലെ വാക്കുകൾക്ക് ഏത് അർത്ഥമുണ്ടായിരുന്നോ അതേ അർത്ഥം
അർത്ഥത്തിൽ ഇന്നും നമുക്ക് ആ വാക്കുകൾ ഗ്രഹിക്കുവാൻ കഴിയും. അല്ല, ആ വാക്കുകൾ ഈ നൂറ്റാണ്ടുകളിലൂടെയും അർത്ഥവ്യത്യാസങ്ങൾക്ക് വിധേയപ്പെടുകയായിരുന്നെങ്കിൽ അന്ന് ഉദ്ദേശിച്ച അർത്ഥം അതിൻ്റെ കൃത്യതയിൽ ഇന്ന് ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോയേനെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, കൊയിനെ ഗ്രീക്കിൻ്റെയും സ്ഥിതി അത് തന്നെയാണ്, ക്ലാസിക്കൽ ഹീബ്രുവിൻ്റെ സ്ഥിതിയും അത് തന്നെയാണ്. ഈ വിശുദ്ധ തിരുവെഴുത്ത് ഈ ഭാഷകളിൽ രേഖപ്പെടുത്തപ്പെട്ട ശേഷം ആ ഭാഷകൾക്ക് മാറ്റം വരുവാൻ അനുവദിക്കാതെ വണ്ണം ദൈവം തൻ്റെ തിരുവെഴുത്തിൻ്റെ കൃത്യത ഇന്നുവരെ നിലനിർത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ തിരുവെഴുത്തിനെ ദുർവ്യാഖ്യാനിക്കുന്നതിനെതിരെയുള്ള ഒരു മുന്നറിയിപ്പായി നമുക്കിതിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇതുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ മൂലകൃതിയിലെ ഓരോ വാക്കും ദൈവനിശ്വാസ്യമാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് അതിൻ്റെ അർത്ഥസംബന്ധമായി നമുക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ മൂലഭാഷയിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് പരിശോധിക്കുക. മൂലഭാഷയിൽ പറഞ്ഞിരിക്കുന്ന വാക്കിൻ്റെ കൃത്യമായ അർത്ഥം നമുക്കിന്ന് ഗ്രഹിക്കുവാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ ധാരാളം പഠന സഹായികൾ നമുക്ക് ലഭ്യമാണ്. അവ പരിശോധിച്ചാൽ കൃത്യമായ അർത്ഥം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ നോക്കണേ, ആ മൂലഭാഷയിലെ ഓരോ വാക്കും ദൈവനിശ്വാസ്യമാണ്. അതുകൊണ്ട് പരിഭാഷ ചെയ്യുന്നവർ ആ മൂലഭാഷയെ സംബന്ധിച്ച് പരിജ്ഞാനമുള്ളവരായിരിക്കണം. മാത്രമല്ല, വിശുദ്ധ തിരുവെഴുത്തിൻ്റെ സന്ദേശത്തെ സംബന്ധിച്ച് വ്യക്തമായ ഉൾക്കാഴ്ച ഉള്ളവർ മാത്രമേ വിശുദ്ധ തിരുവെഴുത്തിൻ്റെ തർജിമയ്ക്ക് മുതിരാവൂ. അങ്ങനെ നമുക്ക് ഓരോ ഭാഷ, വിശേഷാൽ മലയാളത്തിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ബൈബിൾ സൊസൈറ്റി പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന സത്യവേദ പുസ്തകം ആദ്യത്തെ പരിഭാഷയല്ല. പല പരിഭാഷകൾക്ക് ശേഷം ബെഞ്ചമിൻ ബെയ്ലിയുടെ നേതൃത്വത്തിൽ 13 ഭാഷാ പണ്ഡിതന്മാരും വേദവിജ്ഞാനികളും ഒരുമിച്ച് തയ്യാറാക്കിയ നല്ല കൃത്യതയുള്ള ഒരു പരിഭാഷയാണ്. അല്പം സ്ഖലിതങ്ങളൊക്കെ അവിടങ്ങളിൽ കാണാൻ സാധ്യതയുണ്ടെന്നിരിക്കെ തന്നെ വളരെ കൃത്യതയുള്ള, മറ്റു പല പരിഭാഷകളെക്കാളും താരതമ്യേന കൃത്യതയുള്ള ഒരു മലയാളം പരിഭാഷ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിലും അർത്ഥത്തിൽ ഈ ഭാഗത്തിൻ്റെ അർത്ഥം എന്താണ്, കൃത്യമായ അർത്ഥം എന്താണ് എന്ന് എപ്പോഴെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു വചനഭാഗത്തെക്കുറിച്ച് സംശയം തോന്നിയാൽ മൂലഭാഷയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് പരിശോധിച്ചാൽ കൃത്യമായ ആശയം നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും. നോക്കുക, ദൈവം തൻ്റെ വിശുദ്ധ തിരുവെഴുത്തിൻ്റെ കൃത്യത എത്ര അത്ഭുതകരമായിട്ടാണ് പരിപാലിച്ചിരിക്കുന്നത്. അങ്ങനെ ദൈവം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് അതിൻ്റെ കൃത്യതയിൽ ഉൾക്കൊള്ളത്തക്ക നിലയിൽ വ്യക്തമായി നമ്മുടെ ഭാഷയിൽ നൽകിയിരിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ വകയുണ്ട്. ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച ഭക്തന്മാരെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ വകയുണ്ട്. സ്തോത്രം. ദൈവം തൻ്റെ തിരുവെഴുത്ത് തന്നെക്കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് നൽകിയിരിക്കുന്നതിൽ നമുക്ക് സന്തോഷിക്കാം. ദൈവം ഒരിക്കലും അജ്ഞേയനായിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, മനുഷ്യനും ഞാൻ ആരാണ് എന്നുള്ള ചിന്ത മനുഷ്യനെ ഏത് കാലവും ചിന്തിക്കുന്നവരെ മഥിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാമല്ലോ, ആധുനിക സാഹിത്യത്തിൻ്റെ ഒക്കെ പ്രധാന പ്രമേയമെന്ന് പറയുന്നത് അസ്തിത്വത്തിൻ്റെ ദുഃഖമെന്നൊക്കെ പറയും. ആഗണി ഓഫ് എക്സിസ്റ്റൻസ്. ഹു ആം ഐ, വെർ ആം ഐ ഫ്രം, വാട്ട് ആം ഐ ഹിയർ, വെർ ആം ഐ ഗോയിങ് ടു, വാട്ട് ഫോർ ആം ഐ ഹിയർ. ഞാൻ എവിടെ നിന്ന് വന്നു, എന്തിനിവിടെ ആയിരിക്കുന്നു, ഞാൻ ഇനി എങ്ങോട്ടേക്കാ പോകുന്നത്, ഇവിടുന്ന് പോകാൻ ഒരു ഇടമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. ആഗണി ഓഫ് എക്സിസ്റ്റൻസ്, അസ്തിത്വത്തിൻ്റെ ദുഃഖം ഏത് കാലഘട്ടത്തിലും മനുഷ്യനെ മഥിച്ചിരുന്നതാണ്. അങ്ങനെ അജ്ഞതയിലേക്ക് മനുഷ്യന് തന്നെക്കുറിച്ച് തന്നെയുള്ള കാര്യങ്ങളിൽ അജ്ഞതയിലേക്ക് മനുഷ്യനെ തള്ളിക്കളയുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ദൈവം മനുഷ്യൻ്റെ സൃഷ്ടാവും
കരുതലുള്ളവനുമായതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചുള്ള വെളിപ്പാടുകൾ ദൈവം കൃത്യമായി നമുക്ക് തൻ്റെ തിരുവെഴുത്തിൽ നൽകിയിരിക്കുന്നതിൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. നമുക്ക് ദൈവത്തോട് നന്ദി ഉണ്ടായിരിക്കുവാൻ വകയുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ ദൈവം ഇത്ര കൃത്യമായി വ്യക്തമായി തന്നെക്കുറിച്ചും നമ്മെക്കുറിച്ചും നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തെക്കുറിച്ചുമുള്ള വ്യക്തമായ വെളിപ്പാട് വിശുദ്ധ തിരുവെഴുത്തിൽ നൽകിയിരിക്കുന്നതിനാൽ പ്രാർത്ഥനാപൂർവവും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഗ്രഹിക്കുന്നു എന്ന ഗൗരവബോധത്തോടെയും നമ്മൾ ഈ വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുവാൻ മനസ്സു വെക്കണം. അതിന് നിങ്ങളെ സഹായിക്കുവാനാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ നിർവഹിക്കുന്നത്. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ വിശുദ്ധ തിരുവെഴുത്ത് അത് പൂർണ്ണമാണ്, ഇത് മാറ്റപ്പെടാത്തതാണ്, ഇതിനെ ദുർവ്യാഖ്യാനിക്കുവാൻ പാടില്ല. ഇത് പൂർണ്ണമാണ് എന്ന് പറയുമ്പോൾ അത് വ്യക്തമാക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ വിശദീകരണം പറഞ്ഞോട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു നമ്മൾ കാണുന്നു. താഴോട്ട് വായിക്കുമ്പോൾ ആ വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു, നമ്മൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ദൈവമായ വചനം ജഡത്തിൽ വെളിപ്പെട്ട ആളത്വമാണ് യേശുക്രിസ്തു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യോഹന്നാൻ 1:18 ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ വെളിപ്പാടാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്ന വെളിപ്പാട്, അവൻ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നവനാണെന്ന്. അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നതെന്ന്. അപ്പോൾ അവൻ പൂർണ്ണനാണ്. ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള ദൃശ്യമായ വെളിപ്പാടാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തു തന്നെ വചനം ജഡമായവനാണ്. വചനം ജഡമായവനാണ്. അപ്പോൾ ശ്രദ്ധിക്കണേ, വചനം ജഡമായി തീർന്ന യേശുക്രിസ്തു ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള വെളിപ്പാടാണെങ്കിൽ വചനവും ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള വെളിപ്പാടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അപൂർണതയുള്ളത് ജഡത്തിൽ വെളിപ്പെട്ടാൽ അതും അപൂർണമായി പോവുകയില്ലേ? തീർച്ചയായും. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, വചനം ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള ശ്രവ്യമായ വെളിപ്പാടാണ്. യേശുക്രിസ്തു പൂർണ്ണതയുള്ള ദൈവത്തിൻ്റെ പൂർണ്ണമായ ദൃശ്യ വെളിപ്പാടാണ്. വചനം ശ്രവ്യവും യേശുക്രിസ്തു ദൃശ്യവുമാണ്. The word of God is the audible manifestation, revelation of the Holy God. And Jesus Christ is the visible manifestation of the Holy Perfect God. അപ്പോൾ വചനം ശ്രവ്യമായ വെളിപ്പാടും യേശുക്രിസ്തു ദൃശ്യമായ വെളിപ്പാടുമാണ്. ശ്രവ്യമായ വെളിപ്പാട് പൂർണ്ണതയുള്ളതായതിനാൽ ദൃശ്യമായ വെളിപ്പാടും പൂർണ്ണതയുള്ളതായിരിക്കുന്നു. അപൂർണമായത് ദൃശ്യമാകുമ്പോൾ അപൂർണമായി പോകുമല്ലോ. അപ്പോൾ വചനം പൂർണ്ണ വെളിപ്പാടാണെന്നുള്ളത് ആരെങ്കിലും നിഷേധിച്ചാൽ യേശുക്രിസ്തു പൂർണ്ണ വെളിപ്പാടാണെന്നുള്ള സത്യം അവൻ നിഷേധിക്കുകയാണ്. ഒരിക്കലും ആ ദുരുപദേശത്തിൽ നമ്മൾ ചെന്ന് നിപതിക്കരുത്. ഈ വചനത്തിന് പുറത്ത് ഒരു വെളിപ്പാടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വചനത്തിൻ്റെ പൂർണ്ണതയെ നിഷേധിക്കുകയാണ്. ആ നിഷേധിക്കുന്നവൻ യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണതയെയും നിഷേധിക്കുകയാണ്. അതുകൊണ്ട് ആ തെറ്റിൽ നമ്മൾ ഒരിക്കലും അകപ്പെടരുത്. ഈ പ്രാരംഭ പഠനത്തിൽ ദൈവവചനത്തിൻ്റെ പൂർണ്ണത, ദൈവനിശ്വാസ്യത, ഈ വലിയ സത്യങ്ങൾ ഹൃദയപൂർവ്വം നമ്മൾ ഉൾക്കൊള്ളുകയും ബോധ്യമുള്ളവരായിരിക്കും ചെയ്യുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ പഠനം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമാകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ ചില വാക്കുകൾ പ്രാർത്ഥിച്ച്
നമ്മളെ ദൈവസന്നിധിയിൽ ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് അങ്ങയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പൂർണ്ണതയുള്ള വെളിപ്പാടിൻ്റെ രേഖയായ തിരുവചനത്തിനായി ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. അങ്ങ് അങ്ങയുടെ ഭക്തന്മാരെ തെരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞങ്ങളുടെ ജീവിത പശ്ചാത്തലത്തിൽ അങ്ങയെക്കുറിച്ചുള്ള വെളിപ്പാടും ഞങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാടും ഞങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചതിനാൽ ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. ഞങ്ങൾ ആരാണെന്നുള്ളത് ഞങ്ങൾക്ക് ഗ്രഹിക്കത്തക്കതുപോലെ അങ്ങയുടെ വെളിപ്പാട്, ഞങ്ങളെ സംബന്ധിച്ചുള്ള വെളിപ്പാട് ഞങ്ങൾക്ക് നൽകിയതിനാൽ സ്തോത്രം. കർത്താവെ, അതിൽ അർത്ഥവ്യത്യാസമുണ്ടാകാത്ത നിലയിൽ അതിൻ്റെ കൃത്യതയിൽ ആ ഭാഷകളിൽ അത് രേഖപ്പെടുത്തുവാൻ ഇടയാക്കുകയും ആശയവ്യത്യാസം കൂടാതെ ഈ കാലം ഇത്രയും അതിൻ്റെ കൃത്യത പരിപാലിച്ച് അതിൻ്റെ കൃത്യമായ നിലയിൽ ഞങ്ങൾക്ക് നൽകി തരികയും ചെയ്യുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നിയതിനാൽ ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. ഈ തിരുവചനം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം ഭാഷയിൽ ലഭിക്കത്തക്കതുപോലെ അങ്ങ് ഉപയോഗിച്ച അങ്ങയുടെ ഭക്തന്മാരായ അവിടുത്തെ ദാസന്മാരെ ഓർത്ത് ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നിത്യതയിൽ തിരുസന്നിൽ വരുന്നതിന് സഹായകരമായ നിലയിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഞങ്ങളുടെ സ്വന്തം ഭാഷയിൽ ഈ വിശുദ്ധ തിരുവെഴുത്ത് ഞങ്ങൾക്ക് നൽകിയ തിരുമേനിയുടെ സ്നേഹത്തിനായി സ്തോത്രം. അതിന് ഉപയോഗിക്കപ്പെട്ട അങ്ങയുടെ മക്കൾക്കായി സ്തോത്രം. കർത്താവെ, ഒരിക്കലും ഈ വചനത്തിൻ്റെ പൂർണ്ണതയെ സംശയിക്കുവാനോ ഇതിനെ ദുർവ്യാഖ്യാനിക്കുവാനോ ഞങ്ങൾക്കാർക്കും ഇടയാകാതെ ഈ തിരുവചനത്തെ ഓർത്തങ്ങ് സ്തുതിച്ചുകൊണ്ട് നന്ദിയോടെ ഇത് കാണിക്കുന്ന വെളിപ്പാടിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ എൻ്റെ സഹോദരങ്ങൾ എല്ലാവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങ് കൃപ ചെയ്യണമേ. ഈ പഠനം ഞങ്ങൾക്കെല്ലാവർക്കും ഉപകാരവും അങ്ങയുടെ നാമത്തിന് മഹത്വത്തിന് ഉപാധിയുമാകണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ എളിയ പ്രാർത്ഥന അങ്ങ് ദയവായി കേൾക്കണമേ. ആമേൻ. Couldn't sleep all last night. I laid in bed awake, haunted by a revelation that I could not shake. That all these things I do for you, well, they don't mean nothing if I have lost the joy that comes from